1, 2, 3, 4 ഇന്ദ്രരത്നം ഇന്ദ്രരത്നം ാണ് ഞാൻ എണ്ണി നോക്കുകയായിരുന്നു. 18 പൂർണ്ണ അസത്യങ്ങളും 23 അർത്ഥസത്യങ്ങളുമാണ് ഇതിനകം മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ട്രൂത്തോമീറ്റർ എന്ന് പറയുന്ന ഒരു മീറ്റർ കണ്ടുപിടിക്കുകയും അത് വി ഡി സതീശന്റെ ഇതുവരെയുള്ള പ്രഖ്യാപനങ്ങളെ അളക്കാനും കൂടി വിട്ടുകഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിച്ചു പോയേനെ. എന്നിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ. നമുക്കത് കാണാം. നാളെയും ചോദിക്കും, മറ്റന്നാളും ചോദിക്കും. അദ്ദേഹം ചൂടായിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ദിവസം പറഞ്ഞു ഞാൻ ഹെലികോപ്റ്ററിൽ അവിടം വരെ പോയ നിക്ഷേപകരെ കാണാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹം പറയുന്നത് അവിടം വരെ പോയപ്പോൾ നിക്ഷേപകരെ കാണാൻ പോയത്. രസമാണ് ഇത്. അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ നമുക്കും രസമാണ്. കാരണം ഒരു ദിവസം ഒന്ന് പറയുന്നു, പിറ്റേ ദിവസം ഒന്ന് മാറ്റി പറയുന്നു. ഏതാണ് ആ ഇൻവെസ്റ്റർ? 3.25 കോടി ജനതയുള്ള കേരളത്തിലെ ഇത്രമാത്രം നിക്ഷേപ സാധ്യതകളുള്ള നമ്മുടെ വലിയ കടൽ തീരമുള്ള അദ്ദേഹം അതിന് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു നിക്ഷേപകൻ മുഖ്യമന്ത്രി അങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ്. അതാരാണെന്ന് കേരളത്തിന് അറിയണം. വി ഡി സതീശൻ വിചാരിക്കുന്നത് ഞാൻ മാത്രം എൻ്റെ ചെറിയ സ്പാനർ കൊണ്ട് ഞാനങ്ങ് ശരിയാക്കി തരാമെന്ന് വിചാരിക്കാൻ വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ കുമാരേട്ടനും ഈ സനീഷിനും എല്ലാം ഒരേപോലെ അവകാശമുള്ള കാര്യമാണ് ഈ കേരളം. ഒരേപോലെ ഉത്തരവാദിത്തമുള്ളതാണ് ഈ കേരളത്തിൻ്റെ വികസനം. അത് വി ഡി സതീശന് മാത്രമല്ല, അദ്ദേഹത്തെ ഞങ്ങൾ ഈ പണി നിങ്ങൾ ചെയ്യൂ മിസ്റ്റർ വി ഡി സതീശൻ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ജനാധിപത്യം എന്ന് വെച്ചാൽ അതാണ്. അങ്ങനെയല്ല, ഇത് എൻ്റെ പരിപാടിയാണ്, ഞാനങ്ങ് ശരിയാക്കി തരാമെന്ന് പറയുമ്പോൾ അദ്ദേഹം കേന്ദ്രത്തിലേക്ക് നോക്കണം. 12 കൊല്ലക്കാലം ഭരിച്ച നരേന്ദ്രമോദിയെ 2 തവണ മുട്ടുകുത്തിച്ചു, കുട്ടികൾ മുട്ടുകുത്തിച്ചു. അപ്പോൾ ഞാൻ ശരിയാക്കാം, എനിക്ക് മാത്രമേ കേരളത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി അറിയൂ, അതുകൊണ്ട് ഞാൻ അവിടെ പോയി രഹസ്യമായിട്ട് തന്നെ നടപ്പാക്കും. വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, എൻ്റെ മുഖ്യമന്ത്രിയെ, കരുത്തരായ എൻ്റെ മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് വരൂ മിസ്റ്റർ വി ഡി സതീശൻ എന്ന് വിളിക്കാൻ അവകാശമുള്ള ധൈര്യമുള്ള ആ ഇൻവെസ്റ്റർ ആരാണെന്ന് കേരളത്തിൽ അറിയണം. അത് മാധ്യമങ്ങൾ ചോദിക്കും. ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ